നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി കേക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ഈ കേക്കിൻ്റെ പ്രത്യേകത നമ്മളിവിടെ അവൻ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ ബേക്കും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒരു വിത്തൗട്ട് അവൻ നോ ബേക്ക് കേക്കാണ്. എല്ലാവരും കണ്ടു നോക്കുക. ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാൻ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ZN വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതിൽ നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ലെയർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 500 ഗ്രാം വിപ്പിംഗ് ക്രീമാണ്. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന ബൗള് ഫ്രീസ് ചെയ്തെടുക്കണം. അതിവിടെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വിപ്പ് ചെയ്യുന്ന മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇതിൻ്റെ മുന്നത്തെ കേക്ക് റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഷുഗർ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ ഷുഗർ ലെവൽ അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഡിസൈഡ് ചെയ്യാൻ. 1 മിനിറ്റ് ആയിട്ട് ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് വനില എസൻസ് ആഡ് ചെയ്യണം. 1 ടീസ്പൂണാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 1/4 ഭാഗം, ഒരു കപ്പിൻ്റെ 1/4 ഭാഗം പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റിഫ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 1/3 പോർഷന് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മളത് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഇതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നോ ബേക്ക് കേക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത് പൊടിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാരിഗോൾഡിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് വേറൊരു ചോക്ലേറ്റ് കേക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് പാലാണ്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബിസ്ക്കറ്റ് ഈ പാലിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേക്ക് ടിന്നിലേക്കാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഇനി നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് ബിസ്ക്കറ്റ് പാലിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. കേക്ക് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ലെയർ ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം ഗ്യാപ്പെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെറിയ പീസ് ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമാണ് നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെക്കൻഡ് ലെയർ വാനില ഫ്ലേവേർഡ് ക്രീം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെക്സ്റ്റ് ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തേർഡ് ലെയറും നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്ത ലെയറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ക്രീമാണ്. അതും നമുക്ക് ഇതേപോലെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ചോക്ലേറ്റ് ക്രീമിൻ്റെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എഗെയിൻ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കുകയാണ്. പാലിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഈ ഒരു ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കവർ ചെയ്യുന്നത് നമ്മുടെ ബാക്കിയുള്ള ക്രീം യൂസ് ചെയ്തിട്ടാണ്, വാനില ക്രീം യൂസ് ചെയ്തിട്ടാണ്. കേക്ക് നമ്മൾ കംപ്ലീറ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. ഒരു 8 to 10 hours ഇവിടെ റെഫ്രിജറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 10 hours ശേഷം നമ്മൾ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ബേക്കിംഗ് ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ പേരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് കേക്ക് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.